ഹലോ എവരിവൺ. അപ്പോൾ സി എച്ച് എസ് എല്ലിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രാറ്റജിയുടെ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? 2 ക്ലാസ് കംപ്ലീറ്റ് ആയി. അപ്പോൾ 2 ക്ലാസ്സിലും നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ബട്ട് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഫാക്റ്റുകളായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സുകളുമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതിന് കൂടെ തന്നെ നോട്ട്സ് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നോട്ട്സ് എഴുതി പോവുക. ഇല്ലെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ PDF നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആകും. ദെൻ ജസ്റ്റ് ഞാൻ പഠിപ്പിക്കുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. പിന്നീട് നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത് ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സാം ഹോളിൽ ചെന്നിരിക്കുമ്പോൾ ഓപ്ഷൻസ് കാണുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. The first question. Chow is a popular folk dance of which state pair from the following? അപ്പോൾ ഏത് സ്റ്റേറ്റിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ആണ് ചാവു എന്ന് പറയുന്നത്? ഏത് സ്റ്റേറ്റിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ആണ് ചാവു? ഇതിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യുന്നതിന് മുന്നേ ചാവു എത്ര ടൈപ്സ് ഉണ്ട്? മെയിനായിട്ട് ചാവു മെയിനായിട്ട് 3 ടൈപ്സ് ആണുള്ളത് കേട്ടോ. ചാവു മെയിനായിട്ട് എത്ര ടൈപ്സ് ആണ്? 3 ടൈപ്സ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്നും കൂടി അറിയണം. ചാവു മെയിനായിട്ട് 3 ടൈപ്സ് ആണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതൊക്കെയാണ്? പുരുലിയ ചാവു, സെറായിക്കല്ല ചാവു, പുരുലിയ ചാവു, സെറായിക്കല്ല ചാവു ആൻഡ് ഓൾസോ മയൂർബഞ്ച് ചാവു. ഓക്കെ, ഏതൊക്കെയാണ്? പുരുലിയ ചാവു, സെറായിക്കല്ല ചാവു ആൻഡ് ഓൾസോ മയൂർബഞ്ച് ചാവു. ഇതാണ് 3 ടൈപ്പ് ഓഫ് ചാവു. നിങ്ങൾ ഡെഫിനറ്റ്ലി ചാവു ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. പുരുലിയ ചാവു, സെറായിക്കല്ല ചാവു, മയൂർബഞ്ച് ചാവു. ഇനി ഇത് ഏത് സ്റ്റേറ്റ് ആണെന്ന് കൂടി പറഞ്ഞിട്ട് എക്സാംസിന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പുരുലിയ ചാവു എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുലിയ ചാവു വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. സെറായിക്കല്ല ചാവു എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ സെറായിക്കല്ല ചാവു ജാർഖണ്ഡിലാണ്. മയൂർബഞ്ച് ചാവു എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷയിലാണ്. ഓക്കെ, അപ്പൊ ചാവു 3 ടൈപ്സ് ഏതൊക്കെയാ? പുരുലിയ ചാവു, സെറായിക്കല്ല ചാവു, മയൂർബഞ്ച് ചാവു. ഇതിൽ പുരുലിയ ചാവു ആണെങ്കിൽ വെസ്റ്റ് ബംഗാളില്, സെറായിക്കല്ല ചാവു ആണെങ്കിൽ ജാർഖണ്ഡില്, മയൂർബഞ്ച് ചാവു ആണെങ്കിലോ ഒഡീഷയിലുമാണ്. ഇതിൽ ഡയറക്റ്റ്ലി മയൂർബഞ്ച് ചാവു സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന് ആൻസർ എന്താണ്? ഒഡീഷയാണ്. ഇത് കൂടാതെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പറയാൻ പോവാ. ഇത് 3ഉം പഠിച്ചാൽ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. ഇത് CHSL 2023 ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2023 CGL എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ മെനി മെയിൻ സ്റ്റൈൽസ് ഓഫ് ചാവു ഡാൻസ് എക്സിസ്റ്റ്? ചാവു ഡാൻസിൽ എത്ര മെയിൻ സ്റ്റൈൽസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഹൗ മെനി മെയിൻ സ്റ്റൈൽസ് ഓഫ് ചാവു ഡാൻസ് എക്സിസ്റ്റ്? നമുക്കറിയാം ചാവു ഡാൻസ് എത്രയാണ്? 3 ടൈപ്സ് ആണ്. സോ എന്ത് ചെയ്യാൻ പറ്റും? ഡെഫിനറ്റ്ലി വേഗത്തിൽ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? കിട്ടി. പിന്നീട് ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് താഴെ പറയുന്നതിൽ ട്രൂ ചാവു അല്ലാത്തത് ഏത്? അത് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ ആ ടൈമിൽ നമുക്ക് ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നത് ഈ പുരുലിയ ചാവും, സെറായിക്കല്ല ചാവും, മയൂർബഞ്ച് ചാവും, ദെൻ തൊട്ട് താഴെ 4th ഓപ്ഷൻ ആയിട്ട് ഉണ്ടായിരുന്നത് കച്ച് ചാവുമാണ്. ഇത് 4 ഓപ്ഷനിലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിനകത്ത് ട്രൂ ചാവു അല്ലാത്തത് ഏതാ? അതേതാ? കച്ച് ചാവുവാ. കാരണം നമുക്ക് ചാവു 3 ടൈപ്സ് ആണെന്നും അത് പുരുലിയ ചാവു, സെറായിക്കല്ല ചാവു, മയൂർബഞ്ച് ചാവു ആണെന്നും നമുക്കറിയാം. സോ ആ ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ എഴുതാൻ പറ്റി. ഇത് കൂടാതെ തന്നെ ചാവു സെലിബ്രേറ്റ് ചെയ്യാത്ത സ്റ്റേറ്റ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അവിടെയും ഓപ്ഷനിൽ ഉണ്ടായിരുന്ന 4 സ്റ്റേറ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാള്, അതുപോലെ തന്നെ ജാർഖണ്ഡ്, ഒഡീഷ, പിന്നീട് ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ് തമിഴ്നാടാണ്. സോ ഇവിടെ നമുക്ക് വേഗത്തിൽ ആൻസർ ചെയ്യാൻ പറ്റിയില്ലേ? ചാവു സെലിബ്രേറ്റ് ചെയ്യാത്ത സ്റ്റേറ്റ് ഏതാ? അത് തമിഴ്നാടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു 3 രീതിയിലുള്ള, അതായത് ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു, ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു, ഇത് വന്നു, ഇത്രയും ക്വസ്റ്റ്യൻസിൽ നമുക്ക് ക്ലിയർലി ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? ആണല്ലോ. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് വരാം അല്ലേ? എന്താ? ചാവു ഇസ് ദ പോപ്പുലർ ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ് പെയർ ഫ്രം ദ ഫോളോയിങ്?
അപ്പൊ ഏത് സ്റ്റേറ്റിലെ ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ആണ് ചാവു എന്ന് പറയുന്നത്? സോ അത് നമുക്ക് ഓപ്ഷൻ വൈസ് എഴുതാൻ പറ്റും. ഒഡീഷ ആൻഡ് വെസ്റ്റ് ബംഗാൾ ആണ് കേട്ടോ. എവിടത്തെയാണ്? ഒഡീഷ ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഒഡീഷയിലെയും അതുപോലെ വെസ്റ്റ് ബംഗാളിലെയും ഫേമസ് ആയിട്ടുള്ള ഡാൻസ് ആണ് ഏതെന്ന് പറയുന്നത്? ചാവു ഡാൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഒഡീഷയും അതുപോലെ തന്നെ എവിടെയുമാണ്? വെസ്റ്റ് ബംഗാളിലുമാണ്. ഓക്കെ, എവിടേക്കാ? ഒഡീഷയും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളും. ഓക്കെ, കാരണം നമുക്കറിയാം ചാവു ഉള്ളത് ഏതൊക്കെ സ്റ്റേറ്റ് ആണെന്ന്? വെസ്റ്റ് ബംഗാളും ജാർഖണ്ഡും ഒഡീഷയാണെന്നും അറിയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാമല്ലോ. ഇനി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ഇതിനെ ബേസ് ചെയ്ത് പറഞ്ഞുതരാം, അതും നോട്ട് ചെയ്ത് വെച്ചോ. ഈ ചാവോ ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ് ഗോപാൽ പ്രസാദ് ദ്യൂബെ കേട്ടോ. ചാവു ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ് ആരെന്ന് പറയുന്നത്? ഗോപാൽ പ്രസാദ് ദ്യൂബെ എന്ന് പറയുന്നത്. ആ ഒരു ഫാക്റ്റും ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഫൈനലി ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ ഒരു തവണയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ചാവു മെയിൻലി 3 ടൈപ്സ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ? പുരുലിയ ചാവു, സെറായ്ക്കല്ല ചാവു, മയൂർഭഞ്ച് ചാവു. ഇതില് പുരുലിയ ചാവു ആണെങ്കിൽ വെസ്റ്റ് ബംഗാൾ, സെറായ്ക്കല ചാവു ആണെങ്കിൽ ജാർഖണ്ഡ്, മയൂർഭഞ്ച് ചാവു ആണെങ്കിലോ ഒഡീഷ. എത്ര ടൈപ്സ്? 3 ടൈപ്സ്. ഏതൊക്കെ സ്റ്റേറ്റ് ആണെന്നും ക്ലിയർലി അറിയാലോ. സോ ഇനി മറന്നു പോകാൻ പാടില്ല. കാരണം ഇപ്പൊ ഞാൻ ഈ കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഒരു ഫാക്റ്റിനെ ബേസ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കേ. വിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം, ഫോർമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, യൂസ് ടു പ്ലേ? ആ APJ അബ്ദുൽ കലാം യൂസ് ചെയ്തിരുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? APJ അബ്ദുൽ കലാം യൂസ് ചെയ്തിരുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? അതേതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ APJ അബ്ദുൽ കലാം യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? വീണയാണ് കേട്ടോ. APJ അബ്ദുൽ കലാം യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? വീണയാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരെയാണ്? APJ അബ്ദുൽ കലാമിനെയാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ മിസൈൽ പ്രോഗ്രാം, ഫാദർ ഓഫ് ഇന്ത്യൻ മിസൈൽ പ്രോഗ്രാം, ഫാദർ ഓഫ് ഇന്ത്യൻ മിസൈൽ പ്രോഗ്രാം, ഫാദർ ഓഫ് ഇന്ത്യൻ മിസൈൽ പ്രോഗ്രാം എന്നറിയപ്പെടുന്നു ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയാണ്. അപ്പോൾ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നും അതുപോലെ തന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ മിസൈൽ പ്രോഗ്രാം എന്നും അറിയപ്പെടുന്ന ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയാണ്. രണ്ടുപേരില് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നും അതുപോലെ തന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ മിസൈൽ പ്രോഗ്രാം രണ്ടും അറിയപ്പെട്ടിരുന്ന ആരെയാണ്? APJ അബ്ദുൽ കലാമിനെയാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇത് കൂടാതെ ദ പീപ്പിൾസ് പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ദ പീപ്പിൾസ് പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന ബുക്ക് എഴുതിയത് ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന് ആൻസർ SM ഖാൻ ആണ് കേട്ടോ. ആരാണ് ബുക്ക് എഴുതിയത്? SM ഖാൻ. പഠിച്ചു വെക്കണേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ 40 years with, അടുത്ത ബുക്കാണ് ഇത്, ബുക്കാണ് കേട്ടോ. അടുത്തൊരു ബുക്ക് 40 years with അബ്ദുൽ കലാം, 40 years with അബ്ദുൽ കലാം, അൺടോൾഡ് സ്റ്റോറീസ്, 40 years with അബ്ദുൽ കലാം, അൺടോൾഡ് സ്റ്റോറീസ്. ഈ ബുക്ക് എഴുതുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ AS പിള്ളൈ. കോട്ടെ, ആരാണ്? AS പിള്ളൈ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റിനെ ബേസ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. APJ അബ്ദുൽ കലാം യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഏത്? വീണ എന്ന് പറയുന്നത്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നും ഫാദർ ഓഫ് ഇന്ത്യൻ മിസൈൽ പ്രോഗ്രാം എന്നും അറിയപ്പെട്ടിരുന്നത് APJ അബ്ദുൽ കലാമിനെയാണ്. ദ പീപ്പിൾസ് പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ബുക്ക് എഴുതുന്നത് SM ഖാനും, 40 years with അബ്ദുൽ കലാം അൺടോൾഡ് സ്റ്റോറീസ് എന്ന് പറയുന്ന ബുക്ക് എഴുതുന്ന ആരുമാണ്? AS പിള്ളയുമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്തിരിക്കുക, ഓർക്കുക. വീണ്ടും ഞാൻ പറയുന്നു, കണക്റ്റഡ് പോയിന്റ്സ് ആയിട്ട് പറയുന്നത്, കണക്റ്റഡ് ആയിട്ട് പറയുന്ന ഓരോ പോയിന്റ്സും
SSCയുടെ ഓരോ എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ കണക്ട് ചെയ്താണ് പറയുന്നത്. സോ നിങ്ങൾക്ക് 100% ഇത് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കേ. സന്തൂർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹൂ അമംഗ് ദ ഫോളോയിങ്. ഇതിനകത്ത് സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ആരാണ്? ഇതിനകത്ത് സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തത്. അപ്പോൾ സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ആരാണ്? പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയാണ് കേട്ടോ. സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ആരാണ്? പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയാണ് സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. എനിക്ക് തോന്നുന്നു മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയ്ക്ക് ലഭിച്ച 2 അവാർഡുകൾ പത്മഭൂഷണും പത്മവിഭൂഷണും. 1991 പത്മഭൂഷണും. ദെൻ ആഫ്റ്റർ 10 years 2001 എന്തും ലഭിക്കുന്നു? പത്മവിഭൂഷണം ലഭിക്കുന്നു. ആർക്ക്? പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയ്ക്ക്. ഇനി ഇത് കൂടാതെ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ ഓട്ടോബയോഗ്രഫിയാണ് എന്തെന്ന് പറയുന്നത്? എ ജേണി വിത്ത് എ 100 string. A journey with a 100 string. A journey with a 100 string. My life in music എന്നുള്ളത് പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ ബുക്കാണ്. ഓക്കെ, അതും ക്ലിയർ ആയിട്ട് ഓർക്കാമല്ലോ. അടുത്തുള്ളത് ഓപ്ഷൻ ആരാ? ഹരിപ്രസാദ് ചൗരാസി അല്ലേ. ഹരിപ്രസാദ് ചൗരാസിയ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഹരിപ്രസാദ് ചൗരാസിയ ഫ്ലൂട്ട് അല്ലെങ്കിൽ ബാൻസുരി പ്ലെയർ ആണ് കേട്ടോ. ഹരിപ്രസാദ് ചൗരാസിയ ഫ്ലൂട്ട് അല്ലെങ്കിൽ ബാൻസുരി പ്ലെയർ ആണ് ആര്? ഹരിപ്രസാദ് ചൗരാസിയ. പണ്ഡിറ്റ് ഭീംസൻ ജോഷി ആണെങ്കിലോ? പണ്ഡിറ്റ് ഭീംസൻ ജോഷി കിരാന ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു കേട്ടോ. പണ്ഡിറ്റ് ഭീംസൻ ജോഷി കിരാന ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പണ്ഡിറ്റ് ഭീംസൻ ജോഷിയുടെ പ്ലേസ് എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് എവിടെയാണ്? കർണാടകയിലാണ് കേട്ടോ. പണ്ഡിറ്റ് ഭീംസൻ ജോഷിയുടെ പ്ലേസ് എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് എവിടെയാണ്? കർണാടകയിലാണ്. ദെൻ ബാക്കിയുള്ള 4th ഓപ്ഷൻ പണ്ഡിറ്റ് ജസ്രാജ് അല്ലേ. പണ്ഡിറ്റ് ജസ്രാജ് മേവാട്ടി ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യും. ഓക്കെ, പണ്ഡിറ്റ് ജസ്രാജ് മേവാട്ടി ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പണ്ഡിറ്റ് ജസ്രാജ് മേവാട്ടി ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇനി പണ്ഡിറ്റ് ജസ്രാജിനെ പറ്റി ഏത് ഘരാനയാണെന്ന് ഓർക്കുക? മേവാട്ടി ഘരാന. അപ്പൊ ഇത്രയും ഫാക്റ്റുകൾ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഹരിപ്രസാദ് ചൗരാസി ആണെങ്കിൽ ഫ്ലൂട്ട് അല്ലെങ്കിൽ ബാൻസുരി. പണ്ഡിറ്റ് ഭീംസൻ ജോഷി ആണെങ്കിൽ കിരാന ഘരാന. ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക. പണ്ഡിറ്റ് ജസ്രാജ് ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ മേവാട്ടി ഘരാന. ഇനി നമ്മുടെ സന്തൂർ പ്ലെയർ ആയിട്ടുള്ള പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയില്ലേ, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയില്ലേ, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ ഓട്ടോബയോഗ്രഫി ആണ് ഏതെന്ന് പറയുന്നത്? എ ജേണി വിത്ത് എ 100 string, മൈ ലൈഫ് ഇൻ മ്യൂസിക് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു കറക്ഷൻ ചെയ്യണേ. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയ്ക്ക് പത്മശ്രീ ലഭിച്ച വർഷമാണ് എന്ന് പറയുന്നത് 1991 എന്ന് പറയുന്നത്. പത്മവിഭൂഷൺ ആണെങ്കിൽ 2001 അതൊന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാൻ പഠിപ്പിച്ച കാര്യങ്ങൾ. ഇതില് സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ് ആര്? പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയ്ക്ക് പത്മശ്രീ ലഭിക്കുന്ന വർഷമാണ് 1991 പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷമാണ് 2001 പത്മശ്രീയും പത്മവിഭൂഷണും. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ ഓട്ടോബയോഗ്രഫി ആണ് ഏതെന്ന് പറയുന്നത്? എ ജേണി വിത്ത് എ 100 string, മൈ ലൈഫ് ഇൻ മ്യൂസിക് എന്ന് പറയുന്നത്. ഹരിപ്രസാദ് ചൗരാസിയ ഫ്ലൂട്ട് അല്ലെങ്കിൽ ബാൻസുരി പ്ലെയർ ആണ്. പണ്ഡിറ്റ് ഭീംസൻ ജോഷി ആണെങ്കിൽ കിരാന ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാലോ കർണാടകയാണ്. പണ്ഡിറ്റ് ജസ്രാജ് ആണെങ്കിൽ മേവാട്ടി ഘരാന. പോയിന്റ്സ് ഒന്നും സ്കിപ്പ് ചെയ്യരുതേ, എല്ലാം പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ മറക്കണ്ട, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയ്ക്ക് പത്മശ്രീ ലഭിച്ച വർഷമാണ് 1991. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. The book Rajatharangini is about the history of which state written in the 12th century CE. രാജതരംഗിണി എന്ന് പറയുന്ന ബുക്ക് അല്ലെ,
ഇത് ഏത് സ്റ്റേറ്റിന്റെ ഹിസ്റ്ററിയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഏത് യൂണിയൻ ടെറിട്ടറിയുടെ ഹിസ്റ്ററിയാണ് കാണിക്കുന്നത്? രാജതരംഗിണി. അപ്പൊ രാജതരംഗിണി എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണെന്ന് അറിയണം. രാജതരംഗിണി എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് കൽഹണ അല്ലേ? എവിടത്തെ പറ്റിയിട്ടുള്ള ഹിസ്റ്ററിയാണ് കാണിക്കുന്നത്? കാശ്മീരിനെ പറ്റിയിട്ടുള്ള ഹിസ്റ്ററിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ രാജതരംഗിണി എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാ? കൽഹണ. എവിടത്തെ പറ്റിയുള്ള ഹിസ്റ്ററിയാണ് കാണിക്കുന്നത്? കാശ്മീർ. ഇതുപോലെ തന്നെ ഏൻഷ്യന്റ് ഡൈനാസ്റ്റിയിൽ ചോദിക്കുന്ന കുറച്ച് ബുക്കുകളുണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞുതരാം. ബുദ്ധചരിത എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് അശ്വഘോഷ. ഓക്കെ, ബുദ്ധചരിത എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? അശ്വഘോഷയാണ്. ബുദ്ധചരിത എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? അശ്വഘോഷയാണ് ബുദ്ധചരിത എന്ന് പറയുന്ന ബുക്ക് എഴുതിയത്. ഓക്കെ, ദെൻ അടുത്തത് നാഗാനന്ദ രത്നാവലി പ്രിയദർശിക. നാഗാനന്ദ രത്നാവലി പ്രിയദർശിക. ഈ 3 ബുക്ക് എഴുതുന്നത് ഹർഷവർദ്ധനാണ് കേട്ടോ, ഹർഷവർദ്ധൻ. ഇനി ഹർഷചരിത എന്ന് പറയുന്ന ബുക്ക് നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഹർഷചരിത നമ്മൾ എന്ത് വിചാരിക്കും? ഹർഷവർദ്ധന എഴുതിയെന്ന് വിചാരിക്കും. അല്ല കേട്ടോ. ഹർഷചരിത എന്ന് പറയുന്ന ബുക്കും അതുപോലെ കാദംബരി എന്ന് പറയുന്ന ബുക്ക് കേട്ടോ. ഹർഷചരിത എന്ന് പറയുന്ന ബുക്ക് അതുപോലെ തന്നെ കാദംബരി എന്ന് പറയുന്ന ബുക്ക്, ഇത് രണ്ടും എഴുതിയത് ആരാണ്? ഇത് രണ്ടും എഴുതിയത് ബാണഭട്ടയാണ് കേട്ടോ. ആരാണ്? ബാണഭട്ട. ഓക്കെ, അപ്പോ രാജതരംഗിണി എഴുതിയത് കൽഹണ. എവിടുത്തെ ഹിസ്റ്ററിയാണ്? കാശ്മീരിന്റെ ഹിസ്റ്ററിയാണ് ആ ബുക്കിലുള്ളത്. ബുദ്ധചരിത എഴുതിയത് അശ്വഘോഷ. നാഗാനന്ദ രത്നാവലി പ്രിയദർശിക എഴുതിയത് ഹർഷവർദ്ധനൻ. ദെൻ ഹർഷചരിതയും അതുപോലെ കാദംബരി എഴുതിയത് ആരാണ്? ബാണഭട്ടയുമാണ്. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻ വിച്ച് ഇയർ വാസ് ദി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ബോൺ? മഹാത്മാഗാന്ധി ബോൺ ചെയ്ത വർഷം എന്നാണ് 1869 കേട്ടോ. മഹാത്മാഗാന്ധി ബോൺ ചെയ്ത വർഷം എന്നാണ് 1869 മഹാത്മാഗാന്ധി ബോൺ ചെയ്തത്. അപ്പോൾ ഒരു തവണ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, എങ്ങനെയായിരുന്നു? ഹു വാസ് affectionately called Ba? Who was affectionately called Ba? Ba എന്ന് വിളിച്ചിരുന്നത് ആരെയായിരുന്നു? Who was affectionately called Ba? അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കസ്തൂർബ ഗാന്ധിയാണ് കേട്ടോ. Who was affectionately called Ba എന്ന് വെച്ചാൽ അതിന് ആൻസർ ആരാണ്? കസ്തൂർബ ഗാന്ധിയാണ്. ഓക്കെ, ദെൻ അടുത്തത് ട്രൂത്ത് ഈസ് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി ആൻഡ് ഇറ്റ് ഈസ് ദ ഗോഡ് എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് കേട്ടോ. എന്താണ് പറഞ്ഞത്? ട്രൂത്ത് ഈസ് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഗോഡ് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ക്വസ്റ്റ്യൻ ഡയറക്ട്ലി വന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് പറഞ്ഞത്? ട്രൂത്ത് ഈസ് ദി അൾട്ടിമേറ്റ് റിയാലിറ്റി. ട്രൂത്ത് ഈസ് ദി അൾട്ടിമേറ്റ് റിയാലിറ്റി and it is God. Truth is the ultimate reality and it is God എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. Sanitation is more important than independence. Sanitation is more important than independence. Sanitation is more important than independence എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഇത് കൂടാതെ ഇന്ത്യസ് സോൾ ലിവ്സ് ഇൻ വില്ലേജസ്. ഇന്ത്യസ് സോൾ ലിവ്സ് ഇൻ വില്ലേജസ് എങ്ങനെ പറഞ്ഞത് ആരാണ്? അതും മഹാത്മാഗാന്ധിയാണ്. സോ ഇത്ര എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് ഓർക്കുക. ഓക്കെ, അപ്പൊ പറഞ്ഞത് ട്രൂത്ത് ഈസ് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഗോഡ്. സാനിറ്റേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഇൻഡിപെൻഡൻസ്. ഇന്ത്യസ് സോൾ ലിവ്സ് ഇൻ വില്ലേജസ്. ഇത് മൂന്നും പറയുന്നത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി മഹാമാന എന്ന് പറയുന്ന ടൈറ്റിൽ നൽകിയത് ആർക്കാണ്? അത് മദൻ മോഹൻ മാളവിയാണ്. അതുകൂടാതെ നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചത് ആരെയാണ്? അത് സരോജിനി നായിഡു. നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് ആണ് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഓർക്കുക, മഹാത്മാഗാന്ധി ബോൺ ചെയ്ത വർഷം 1869. മഹാത്മാഗാന്ധി ഹു വാസ് അഫക്ഷനേറ്റ്ലി കോൾഡ് ബാ എന്ന് വെച്ചാൽ അതിൻ്റെ ആൻസർ കസ്തൂർബ ഗാന്ധി.
Truth is the ultimate reality and it is God. Sanitation is more important than independence. India's soul lives in villages. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആരാണ്? മഹാത്മാ ഗാന്ധിയാണ്. സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Which of the following festival is celebrated on the മകര സംക്രാന്തി day in Assam? ആസാമിലെ മകര സംക്രാന്തി ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണ്? ആസാമിലെ മകര സംക്രാന്തി ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണ്? അപ്പം ഓൾറെഡി മുന്നത്തെ ക്ലാസ്സിലൊക്കെ ബിഹുവിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ബിഹു എത്ര ടൈപ്സ് ഉണ്ട് മെയിൻലി? മെയിൻലി ബിഹു 3 ടൈപ്സ് ആണ് കേട്ടോ. അത് നമ്മൾ ഏതൊക്കെയാണെന്ന് അറിയണം. നമ്മൾ ചാവു പഠിച്ചതുപോലെ തന്നെ ബിഹുവും ഇമ്പോർട്ടൻ്റ് ആണ്. ബിഹു മെയിൻലി എത്ര ടൈപ്സ് ആണ്? 3 ടൈപ്സ്. ഇത് ഏതൊക്കെയാണെന്ന് കൂടി പഠിക്കാം. ബൊഹാഗ് ബിഹു അല്ലെങ്കിൽ രൊങ്കാലി ബിഹു, ബൊഗാലി ബിഹു അല്ലെങ്കിൽ മഗ് ബിഹു, ബൊഹാഗ് ബിഹു അല്ലെങ്കിൽ രൊങ്കാലി ബിഹു, ബൊഗാലി ബിഹു അല്ലെങ്കിൽ മഗ് ബിഹു, കാറ്റി ബിഹു അല്ലെങ്കിൽ കൊങ്കാലി ബിഹു. കാറ്റി ബിഹു അല്ലെങ്കിൽ കൊങ്കാലി ബിഹു. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ബൊഹാഗ് ബിഹു അല്ലെങ്കിൽ രൊങ്കാലി ബിഹു, ബൊഗാലി ബിഹു അല്ലെങ്കിൽ മഗ് ബിഹു, കാറ്റി ബിഹു അല്ലെങ്കിൽ കൊങ്കാലി ബിഹു. ഓക്കെ, അപ്പൊ ബിഹു 3 ടൈപ്സ് ഏതൊക്കെയാ? ബൊഹാഗ് ബിഹു അല്ലെങ്കിൽ രൊങ്കാലി ബിഹു, ബൊഗാലി ബിഹു അല്ലെങ്കിൽ മഗ് ബിഹു, കാറ്റി ബിഹു അല്ലെങ്കിൽ കൊങ്കാലി ബിഹു. ഇതാണ് ബിഹുവിന്റെ 3 ടൈപ്സ് എന്ന് പറയുന്നത്. ബൊഹാഗ് ബിഹു അല്ലെങ്കിൽ രൊങ്കാലി ബിഹു, ബൊഗാലി ബിഹു അല്ലെങ്കിൽ മഗ് ബിഹു, കാറ്റി ബിഹു അല്ലെങ്കിൽ കൊങ്കാലി ബിഹു. ഓക്കെ ആണല്ലോ. ഇതാണ് മെയിനായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന 3 ബിഹു എന്ന് പറയുന്നത്. ബൊഹാഗ് ബിഹു അല്ലെങ്കിൽ രൊങ്കാലി ബിഹു, ബൊഗാലി ബിഹു അല്ലെങ്കിൽ മഗ് ബിഹു, കാറ്റി ബിഹു അല്ലെങ്കിൽ കൊങ്കാലി ബിഹു. ഒരു കാര്യം കൂടി, ഈ ബിഹു പഠിക്കുന്നതിന് കൂട്ടത്തിൽ തന്നെ ഇതേത് മന്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് പഠിക്കണം. ബൊഹാഗ് ബിഹു അല്ലെങ്കിൽ രൊങ്കാലി ബിഹു സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏപ്രിൽ മന്തിലാണ് കേട്ടോ. എന്നാണ്? ഏപ്രിൽ മന്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബൊഗാലി ബിഹു അല്ലെങ്കിൽ മഗ് ബിഹു സെലിബ്രേറ്റ് ചെയ്യുന്നത് ജാനുവരി മന്തിലാണ്. കാറ്റി ബിഹു അല്ലെങ്കിൽ കൊങ്കാലി ബിഹു സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒക്ടോബർ മന്തിലുമാണ്. ഓക്കെ, ബൊഹാഗ് ബിഹു അല്ലെങ്കിൽ രൊങ്കാലി ബിഹു സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏപ്രിൽ മന്തില്, ബൊഗാലി ബിഹു അല്ലെങ്കിൽ മഗ് ബിഹു സെലിബ്രേറ്റ് ചെയ്യുന്നത് ജാനുവരി മന്തില്, കാറ്റി ബിഹു അല്ലെങ്കിൽ കൊങ്കാലി ബിഹു സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് മന്തിലുമാണ്? അത് ഒക്ടോബർ മന്തിലുമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇനി മകരസംക്രാന്തി ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്ന ബിഹു ഏതാണ്? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗസ് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങൾ മുന്നേ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യന് ഗസ് ചെയ്ത് ആൻസർ എഴുതാൻ പറ്റും. എങ്ങനെയാ? മകരസംക്രാന്തി സെലിബ്രേറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ്ലി ഏത് ദിവസമാണ്, ഏത് മാസമാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ജാനുവരിയിലാണ് കേട്ടോ. അത് ഓൾറെഡി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. മകരസംക്രാന്തി ഫെസ്റ്റിവൽ ഏത് മാസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അതിന് ആൻസർ ജാനുവരി ആണ്. അപ്പൊ അതറിയാമെങ്കിൽ നോക്കേ, ഇതിൽ ജാനുവരി മന്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ബിഹു ഏതാ? ബൊഗാലി ബിഹു അല്ലെങ്കിൽ വേറൊരു പേര് രൊങ്കാലി ബിഹു എന്നാണല്ലേ. അപ്പോ ഇതിനകത്ത് ഉള്ള എന്താണ്? ബൊഹാഗ് ബിഹു അല്ലെങ്കിൽ ബൊഗാലി ബിഹു അല്ലെങ്കിൽ മഗ് ബിഹു എന്നാണ്. ശ്രദ്ധിക്കണേ, നമ്മൾ ഒന്നുകൂടി ഞാൻ പറയുന്നു. മകരസംക്രാന്തി ഡേയിൽ ആസാമിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണെന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ മകരസംക്രാന്തി ഫെസ്റ്റിവൽ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഏത് മാസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അതുകൊണ്ടാണ് നമുക്കറിയാം മകരസംക്രാന്തി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ജാനുവരി മന്തിലാണെന്നറിയാം. ഈ 3 ബിഹുവും നമുക്ക് അറിയാമെങ്കിൽ ഇതിനകത്ത് ജാനുവരി മന്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഏതാണ്? ബൊഗാലി ബിഹു അല്ലെങ്കിൽ മഗ് ബിഹു ആണല്ലേ. ബൊഗാലി ബിഹു അല്ലെങ്കിൽ മഗ് ബിഹു. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം? മഗ് ബിഹു എന്ന് ആൻസർ എഴുതാം. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Who is called father of modern dance in India? Father of modern dance in India എന്നറിയപ്പെടുന്ന ആരാണ്? Who is known as father of modern dance in India? Father of modern dance in India എന്നറിയപ്പെടുന്നത് ഉദയ് ശങ്കറിനെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഉദയ് ശങ്കർ ഏത് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഉദയ് ശങ്കർ ഫ്യൂഷൻ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഉദയ് ശങ്കർ ഫ്യൂഷൻ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇയാൾ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ തിയേറ്ററിക്കൽ ടെക്നിക്സിനെ
നമ്മുടെ ഇന്ത്യയുടെ ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ ഫോക്ക് ഡാൻസുമായിട്ട് മിക്സ് ചെയ്ത് പുതിയൊരു ഡാൻസ് ഫോം ക്രിയേറ്റ് ചെയ്തു. അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഡാൻസ് ഫോമിനെ ആദ്യകാലങ്ങളിൽ ഹായ് ഡാൻസ് എന്നറിയപ്പെട്ടു. ആദ്യകാലങ്ങളിൽ ഹായ് ഡാൻസ് എന്നറിയപ്പെട്ടു. ലേറ്റർ ഇറ്റ് ഈസ് നോൺ ആസ്, പിന്നീട് ഇതിനെ ക്രിയേറ്റീവ് ഡാൻസ് എന്നും അറിയപ്പെട്ടു. പിന്നീട് ഇതിനെ ക്രിയേറ്റീവ് ഡാൻസ് എന്നും അറിയപ്പെട്ടു. ഉദയശങ്കരന് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം കൂടി പഠിക്കുക, അത് 1971-ലാണ്. ഉദയശങ്കരന് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം എന്നാണ് 1971-ലാണ്. ഓക്കെ, ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഉദയശങ്കരനെയാണ്. അല്ലെങ്കിൽ ഫ്യൂഷൻ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ് ആരെന്ന് പറയുന്നത്? ഉദയശങ്കർ എന്ന് പറയുന്നത്. യൂറോപ്യൻ തിയേറ്ററിക്കൽ ടെക്നിക്സിനെ നമ്മുടെ ഇന്ത്യയുടെ ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ ഫോക്ക് ഡാൻസുമായിട്ട് മിക്സ് ചെയ്ത് പുതിയൊരു ഡാൻസ് ഫോം ക്രിയേറ്റ് ചെയ്തു. അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്ത ഡാൻസ് ഫോമിനെ ആദ്യകാലങ്ങളിൽ ഹായ് ഡാൻസ് എന്നറിയപ്പെട്ടു. ലേറ്റർ ഇറ്റ് ഈസ് നോൺ ആസ് ക്രിയേറ്റീവ് ഡാൻസ്. ദെൻ ഓൾസോ ഉദയശങ്കരന് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ 1971-ലുമാണ്. ഓർത്തിരിക്കാലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഉസ്താദ് ബിസ്മില്ല ഖാൻ പ്ലേഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്? ഇതിൽ ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ റീഡ് ചെയ്യുന്നത്? ഉസ്താദ് ബിസ്മില്ല ഖാൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഉസ്താദ് ബിസ്മില്ല ഖാൻ എന്നുള്ള പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ബിസ്മില്ല ഖാൻ ഷെഹനായി ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ. ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? ഷെഹനായി ഇൻസ്ട്രുമെന്റ്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ആൻഡ് ഓൾസോ ഭാരതരത്ന. ഇതില് ഡയറക്ട്ലി ബിസ്മില്ല ഖാന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, 1961 പത്മശ്രീ, 1968 പത്മഭൂഷൺ, 1980 പത്മവിഭൂഷൺ, ദെൻ ഓൾസോ ഭാരതരത്ന ഇൻ ദ ഇയർ 2001. 2001 ഏത് അവാർഡും ലഭിക്കുന്നു? ഭാരതരത്ന അവാർഡും ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ ഉസ്താദ് ബിസ്മില്ല ഖാൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഷെഹനായി ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പത്മ അവാർഡ്സ് 3 ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ആൻഡ് ഓൾസോ ഭാരതരത്ന. പത്മശ്രീ ആണെങ്കിൽ 1961-ലും, പത്മഭൂഷൺ ആണെങ്കിൽ 1968-ലും, പത്മവിഭൂഷൺ ആണെങ്കിൽ 1980-ലും, ഭാരതരത്ന ആണെങ്കിലോ ഭാരതരത്ന എന്നാണ് 2001-ലുമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഈ അവാർഡുകൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ലേ. ഇത് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് ഈ ഭാരതരത്ന അവാർഡാണ് കേട്ടോ. സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഏതാണ്? ഭാരതരത്ന അവാർഡ് കൂടിയാണ്. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. Under the current regulatory framework, what is the maximum tenure of microfinance loan in India? ഇന്ത്യയിലെ മൈക്രോ ഫിനാൻസ് ലോണിന്റെ മാക്സിമം ടെന്യൂർ എത്ര നാളാണ്? അതിന് ആൻസർ 36 മന്ത് ആണ് കേട്ടോ. 3 വർഷം, 3 ഇയേഴ്സ് അല്ലെങ്കിൽ 36 മന്താണ് ഒരു മൈക്രോ ഫിനാൻസ് ലോണിന്റെ മാക്സിമം ടെന്യൂർ എന്ന് പറയുന്നത്. ഒരു മൈക്രോ ഫിനാൻസ് ലോണിന്റെ മാക്സിമം ടെന്യൂർ എന്ന് പറയുന്നത് എത്ര നാളാണ്? 36 months ആണ്, അല്ലെങ്കിൽ 3 years ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. മോപ്പിൻ ഈസ് ആൻ അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ്. മോപ്പിൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ ആണ്. ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ്? മോപ്പിൻ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ്? മോപ്പിൻ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ് കേട്ടോ. മോപ്പിൻ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നവയാണ് അരുണാചൽ പ്രദേശിലാണ്. ഇത് കൂടാതെ ഈ മോപ്പിൻ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് അരുണാചൽ പ്രദേശില് ഏത് ട്രൈബൽ ഗ്രൂപ്പ് ആണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മോപ്പിൻ ഫെസ്റ്റിവൽ അരുണാചൽ പ്രദേശിലെ ഏത് ട്രൈബൽ ഗ്രൂപ്പ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ചാൽ അതിന് ആൻസർ ഗാലോ ട്രൈബ് ആണ്. ഗാരോ അല്ല, ഗാലോ ട്രൈബ്. GALO ആണ് ഗാലോ. അപ്പോൾ മോപ്പിൻ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് അരുണാചൽ പ്രദേശിൽ ഏത് ട്രൈബൽ ഗ്രൂപ്പ് ആണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഗാലോ ട്രൈബ് ആണ്. ഇത് കൂടാതെ തന്നെ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ട്. ബൂറി ബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ കേട്ടോ. ഏതാണ്? ബൂറി ബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ. ഓക്കെ, ബൂറി ബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ. ബൂറി ബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശിലാണ് കേട്ടോ. ബൂറി ബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അതും അരുണാചൽ പ്രദേശിലാണ്.
ഈ ബൂറിബൂട്ട് ഉള്ളോ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ട്രൈബൽ ഗ്രൂപ്പ് ആണെന്ന് എഗെയിൻ ക്വസ്റ്റ്യൻ വന്നു. സോ അതുകൂടി ഇതിന്റെ കൂടെ കണക്ട് ചെയ്ത് വെക്കുക. ബൂറിബൂട്ട് ഉള്ളോ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏതാണ്? നിഷി ട്രൈബ് ആണ് കേട്ടോ. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ഒരു കാര്യമായിട്ട് റിലേറ്റ് ചെയ്ത് അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാതെ കുറച്ചുകൂടി കണക്റ്റഡ് ഫാക്റ്റുകൾ പഠിച്ചാൽ നമുക്ക് എക്സാമിന് ഹെൽപ്ഫുൾ ആവുകയും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുകയും ചെയ്യും കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യനകത്ത് എന്തെങ്കിലും ഫാക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതുകൂടി ക്ലിയർലി പഠിച്ചു പോവുക. അപ്പോൾ മോപ്പിൻ ഫെസ്റ്റിവൽ എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന ട്രൈബൽ ഗ്രൂപ്പാണ് ഗാലോ ട്രൈബ്. ബൂറിബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ ആണെങ്കിൽ ബൂറിബൂട്ട് യുള്ളോ ഫെസ്റ്റിവലും അരുണാചൽ പ്രദേശിലാണ്. ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന ട്രൈബൽ ഗ്രൂപ്പ് നിഷി ട്രൈബൽ ഗ്രൂപ്പാണ്. ഇത് കൂടാതെ തന്നെ സോലങ് ഫെസ്റ്റിവൽ, സിയാങ് റിവർ ഫെസ്റ്റിവൽ, ഇതും എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ് കേട്ടോ. ഏതൊക്കെയാ? സോലങ് ഫെസ്റ്റിവലും സിയാങ് റിവർ ഫെസ്റ്റിവലും ഇതും എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. സോലങ് ഫെസ്റ്റിവലും സിയാങ് റിവർ ഫെസ്റ്റിവലും എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, സിംഹസ്ഥ ഫെയർ ഈസ് ഹെൽഡ് ഇൻ ഉജ്ജൈൻ ഓൺ ദ ബാങ്ക് ഓഫ് വിച്ച് റിവർ? ഈ ക്വസ്റ്റ്യൻ പഠിക്കുന്നത് കൂടി രണ്ട് ആൻസർ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഉജ്ജൈൻ സിറ്റിക്ക് അടുത്തുകൂടി ഫ്ലോ ചെയ്യുന്ന റിവർ ഏതാണ്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് സിംഹസ്ഥ ഫെയർ നടക്കുന്നത് ഉജ്ജൈനിൽ ഏത് റിവറിന് ബിസൈഡിലാണ്? രണ്ടിനും ആൻസർ ഒന്ന് തന്നെയല്ലേ? ഒന്ന് തന്നെയാണ്. ഏത് റിവർ ആണെന്ന് ചോദിച്ചാൽ ആൻസർ ക്ഷിപ്ര റിവർ ആണ് കേട്ടോ. ക്ഷിപ്ര റിവർ ഈസ് ഓൾസോ നോൺ ക്ഷിപ്ര റിവർ. രണ്ടും എന്ത് തന്നെയാണ്? രണ്ടും ഒന്ന് തന്നെയാണ്. ക്ഷിപ്ര എന്ന് പറഞ്ഞാലും ക്ഷിപ്ര എന്ന് പറഞ്ഞാലും രണ്ട് റിവറും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. ക്ഷിപ്ര റിവർ അല്ലെങ്കിൽ ക്ഷിപ്ര റിവർ, രണ്ട് റിവറും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. ഓക്കെ. അപ്പം സിംഹസ്ഥ ഫെയർ ഉജ്ജയിനിൽ നടക്കുന്നത് ഏത് റിവറിന് ബിസൈഡിലാണ്? ക്ഷിപ്ര റിവർ അല്ലെങ്കിൽ എന്ത് പറയാം? ക്ഷിപ്ര റിവർ എന്ന് പറയാം. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following Odissi dancers was honored with Padma Vibhushan in 2000? 2000 പത്മവിഭൂഷൺ ലഭിക്കുന്ന ഒഡീസി ഡാൻസർ കണ്ടോ. ഇങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ എല്ലാ വർഷവും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം ഇതെല്ലാം കൂടി പഠിക്കണമെന്ന്. അതിന് തെളിവായി ക്വസ്റ്റ്യൻ. ഒഡീസി ഡാൻസേഴ്സിന്റെ പേര് ഇതിനകത്ത് പ്രിയമ്പാഴ മോഹന്തി ഹെജ്മാടി, മാധവി മുഡ്ഗൽ, സഞ്ജുക്ത പാണിഗ്രാഹി, കേലുചരൺ മോഹപാത്ര. ഇവർ 4 പേര് ഒഡീസി ഡാൻസേഴ്സ് ആണ്. അപ്പൊ കൃത്യമായിട്ട് അവാർഡുകൾ അറിയാതെ, അവാർഡുകൾ ലഭിച്ച വർഷങ്ങൾ അറിയാതെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് കൃത്യമായിട്ട് 2000 പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കാണെന്ന് അറിയത്തില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എക്സാം ഹോളിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാനേ പറ്റൂ. പക്ഷെ അങ്ങനെ സ്കിപ്പ് ചെയ്താൽ നമുക്ക് CHSL എക്സാമിൽ നമുക്ക് 2 മാർക്കാണ്. 2 മാർക്ക് നമുക്ക് കൂടുതൽ വാങ്ങിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത്രയും നല്ലതാണ്. നമുക്ക് ഒരാളെ കാട്ടി എത്രത്തോളം മാർക്ക് കൂടുതൽ വാങ്ങിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം വാങ്ങുക. അതായിരിക്കണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ 2000 പത്മവിഭൂഷൺ ലഭിക്കുന്നത് ആർക്കാണ്? അങ്ങനെ യൂസ് ചെയ്യുന്നതിന് ആൻസർ കേലുചരൺ മോഹപാത്രയ്ക്കാണ് കേട്ടോ. 2000 പത്മവിഭൂഷൺ ലഭിക്കുന്ന ആർക്കാണ്? കേലുചരൺ മോഹപാത്രയ്ക്കാണ്. കേലുചരൺ മോഹപാത്രയ്ക്ക് സംഗീത നാടക അക്കാദമി അവാർഡ്, പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഇത്രയും അവാർഡുകൾ ലഭിക്കുന്നുണ്ട്. ഓക്കെ. അതില് സംഗീത നാടക അക്കാദമി അവാർഡ് ആണെങ്കിൽ 1966 പത്മശ്രീ ആണെങ്കിൽ 1974 പത്മഭൂഷൺ ആണെങ്കിൽ 1988 പത്മവിഭൂഷൺ ആണെങ്കിൽ ലഭിക്കുന്നത് 2000 സംഗീത നാടക അക്കാദമി അവാർഡ് ആണെങ്കിൽ 1966 പത്മശ്രീ ആണെങ്കിൽ 1974 പത്മഭൂഷൺ ആണെങ്കിൽ 1988 പത്മവിഭൂഷൺ ആണെങ്കിലോ 2000 ലഭിക്കുന്നു. ആർക്ക്? കേലുചരൺ മോഹപാത്രയ്ക്ക്. ഓക്കെ ആണല്ലോ. അപ്പൊ അത് ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. The famous രഥയാത്ര താർ ഫെസ്റ്റിവൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ലോർഡ്? ആരുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ലോർഡ് ജഗന്നാഥനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഏതെന്ന് പറയുന്നത്? രഥയാത്ര എന്ന് പറയുന്നത്. അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കാം. നമുക്ക് തൊട്ടടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The Indian National Science Academy is situated in. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ന്യൂഡൽഹിയിലാണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി പഠിച്ചു വെച്ചോ. എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്.
അടുത്തത് യാമിനി കൃഷ്ണമൂർത്തി, എ ലെജൻഡറി ഫിഗർ ഓഫ് ദ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ്, വാസ് honored with dash in 2016. വർഷങ്ങൾ പഠിക്കണം എന്നുള്ളതിന് ഇമ്പോർട്ടന്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. യാമിനി കൃഷ്ണമൂർത്തിക്ക് 2016 ലഭിക്കുന്ന അവാർഡ് ഏതാണ്? ഭാരതരത്ന, മൂർത്തി ദേവി അവാർഡ്, പത്മവിഭൂഷൺ, സരസ്വതി സമ്മാൻ. ഇതെനിക്ക് തോന്നുന്നു ഏതോ ക്ലാസ്സിൽ ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒന്നുകൂടി ക്ലിയർലി ഞാൻ പറഞ്ഞുതരാം. യാമിനി കൃഷ്ണമൂർത്തി ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന് പഠിക്കണം. യാമിനി കൃഷ്ണമൂർത്തി ഭരതനാട്യവും കുച്ചിപ്പുടിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, യാമിനി കൃഷ്ണമൂർത്തി റിലേറ്റഡ് ടു ഭരതനാട്യം ആൻഡ് കുച്ചിപ്പുടി. ഓക്കെ, യാമിനി കൃഷ്ണമൂർത്തി ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഭരതനാട്യവും കുച്ചിപ്പുടിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? യാമിനി കൃഷ്ണമൂർത്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ യാമിനി കൃഷ്ണമൂർത്തി ഭരതനാട്യവും അതുപോലെ തന്നെ കുച്ചിപ്പുടി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. യാമിനി കൃഷ്ണമൂർത്തിക്ക് ലഭിച്ച അവാർഡുകൾ ഏതൊക്കെയാണ്? പത്മശ്രീ, പത്മഭൂഷൺ ആൻഡ് ഓൾസോ പത്മവിഭൂഷൺ. യാമിനി കൃഷ്ണമൂർത്തിക്ക് പത്മശ്രീ ലഭിച്ച വർഷം എന്ന്, പത്മഭൂഷൺ ലഭിച്ച വർഷം എന്ന്, പത്മവിഭൂഷൺ ലഭിച്ച വർഷം അതുകൂടി നോക്കാം. യാമിനി കൃഷ്ണമൂർത്തിക്ക് പത്മശ്രീ ലഭിച്ച വർഷം 1968-ലും, പത്മഭൂഷൺ ലഭിച്ച വർഷം 2001-ലും, പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷമാണ് 2016-ലും. ഓക്കെ, അപ്പോൾ 1968-ല് പത്മശ്രീ, 2001-ല് പത്മഭൂഷൺ, 2016-ല് പത്മവിഭൂഷൺ. ആർക്ക്? യാമിനി കൃഷ്ണമൂർത്തി. അപ്പൊ ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, യാമിനി കൃഷ്ണമൂർത്തി ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഭരതനാട്യം ആൻഡ് കുച്ചിപ്പുടി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? 2016 ലഭിക്കുന്ന അവാർഡ് പത്മവിഭൂഷൺ. ഇത് കൂടാതെ തന്നെ ഒരു കാര്യം കൂടെ ഓർത്തോ, തിരുമല തിരുപ്പതി ദേവസദനം ടെമ്പിൾ ആസ്ഥാന നർത്തകി അല്ലെങ്കിൽ റെസിഡന്റ് ഡാൻസർ എന്ന് പറയുന്ന ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്ത് നൽകുന്നത് യാമിനി കൃഷ്ണമൂർത്തിക്കാണ്. അതുകൂടി ഓർത്തിരിക്കാലോ. തിരുമല തിരുപ്പതി ദേവസദനം ടെമ്പിൾ ആസ്ഥാന നർത്തകി അല്ലെങ്കിൽ റെസിഡന്റ് ഡാൻസർ എന്ന് പറയുന്ന ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്ത് നൽകുന്നത് ആർക്കാണ്? യാമിനി കൃഷ്ണമൂർത്തിക്കാണ്. അതുകൂടി ഇതിന്റെ കൂടെ കണക്ട് ചെയ്തെന്ന് ഓർത്തിരിക്കുക. തിരുമല തിരുപ്പതി ദേവസദനം ടെമ്പിൾ ആസ്ഥാന നർത്തകി അല്ലെങ്കിൽ റെസിഡന്റ് ഡാൻസർ എന്ന് പറയുന്ന ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്ത് നൽകുന്നത് ആർക്കാണ്? അത് യാമിനി കൃഷ്ണമൂർത്തിക്കാണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. SRD Prasad received Padma Shri in 2023 for his contribution to the sports of art. പത്മശ്രീ ലഭിക്കുന്നത് കളരിപ്പയറ്റിനാണ് കേട്ടോ. എന്തിനാണ്? കളരിപ്പയറ്റ്. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ മാർഷൽ ആർട്ട് ആണ് ഏതെന്ന് പറയുന്നത്? മാർഷൽ ആർട്ട്, ആയോധന കല ഏതെന്ന് പറയുന്നത്? കളരിപ്പയറ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ കേരളത്തിന്റെ മാർഷൽ ആർട്ട് ആണ് കളരിപ്പയറ്റ്. അപ്പൊ എക്സാമിന് ചോദിച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻസ് പറയട്ടെ. ചോലി എവിടെയാ? ചോലി എവിടെയാണെന്ന് ചോദിച്ചത് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. ഉത്തരാഖണ്ഡിന്റെ കുറച്ച് മാർഷൽ ആർട്ട് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന, എല്ലാം ഞാൻ പറയുന്നില്ല, എപ്പോഴും ചോദിക്കുന്ന കുറച്ച് മാത്രം, ഒരു 5 എണ്ണം പറയാം. ചോലി എന്ന് പറയുമ്പോൾ ഉത്തരാഖണ്ഡ്, ഗഡ്ക എന്ന് പറയുമ്പോൾ പഞ്ചാബ്, ഗഡ്കയൊക്കെ ഉറപ്പായിട്ടും ചോദിക്കുവേ. ഗഡ്ക പഞ്ചാബ്, ചോലിയ ഉത്തരാഖണ്ഡ്, മർഡാണി കേൽ മഹാരാഷ്ട്ര, മല്ലക്കാമ്പ മധ്യപ്രദേശ്. മർഡാണിക്കേൽ മഹാരാഷ്ട്ര, മല്ലക്കാമ്പ എന്ന് പറഞ്ഞാലോ മധ്യപ്രദേശ്. അപ്പൊ ചോലി എവിടെയാണ്? ഉത്തരാഖണ്ഡില്. ഗഡ്ക എവിടെയാണ്? പഞ്ചാബില്. മർഡാണിക്കേൽ എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്ര, മല്ലക്കാമ്പ എന്ന് പറഞ്ഞാലോ മധ്യപ്രദേശ്. അപ്പൊ ചോലിയ ഉത്തരാഖണ്ഡ്, ഗഡ്ക പഞ്ചാബ്, മർഡാണിക്കേൽ മഹാരാഷ്ട്ര, മല്ലക്കാമ്പ മധ്യപ്രദേശ്. then സിലമ്പം സിലമ്പം എവിടെയാണ്? തമിഴ്നാടുമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഓർത്തു വെക്കണേ. കളരിപ്പയറ്റ് കേരളത്തിന്റെ മാർഷൽ ആർട്ട് ആണ്. ചോലി ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ്, ഗഡ്ക ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബ്, മർഡാണിക്കേൽ ആണെങ്കിൽ മഹാരാഷ്ട്ര, മല്ലക്കാമ്പ ആണെങ്കിൽ മധ്യപ്രദേശ്, സിലമ്പം ആണെങ്കിലോ തമിഴ്നാട്. The National Rural Employment Guarantee Act, now known as Mahatma Gandhi National Rural Employment Guarantee Act, was first enacted in the year. ആദ്യം എനാക്ട് ചെയ്ത വർഷമാണ്
വാസ് ഫസ്റ്റ് എനാക്റ്റഡ് ഇൻ ദ ഇയർ 2005 കേട്ടോ. ഏത് വർഷമാണ്? 2005. കണക്റ്റഡ് ഫാക്റ്റുകളൊന്നും പറയാനില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. When was Kapil Dev awarded with പത്മശ്രീ അവാർഡ്? കപിൽ ദേവിന് പത്മശ്രീ അവാർഡ് ലഭിച്ച വർഷം എന്നാണ്. കപിൽ ദേവിന് പത്മശ്രീ അവാർഡ് ലഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചത് അതിന് ആൻസർ 1982 ഓക്കെ. അപ്പൊ കപിൽ ദേവിന് പത്മശ്രീ അവാർഡ് ലഭിക്കുന്ന വർഷം എന്നാണ് 1982 കപിൽ ദേവിന് ഏത് അവാർഡ് ലഭിക്കുന്നത്? പത്മശ്രീ അവാർഡ് ലഭിക്കുന്നത് നോക്കുക. 19th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Who is credited with creating popular raga മിയാക്കി മൽഹാർ? മിയാക്കി മൽഹാർ എന്ന് പറയുന്ന ആ പോപ്പുലർ രാഗ ക്രിയേറ്റ് ചെയ്ത ആരാണ്? അതാരാണ്? താൻസൻ ആണ് കേട്ടോ. ആരാണ്? താൻസൻ ആണ്. ഓക്കെ. രാഗ മിയാക്കി മൽഹാർ എന്ന് പറയുന്ന രാഗ കമ്പോസ് ചെയ്തതിന് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത ആരാണ്? അത് താൻസൻ ആണ് കേട്ടോ. Which national waterway runs from Haldia to Prayagraj? എനിക്ക് തോന്നുന്നു ആദ്യത്തെ ക്ലാസ്സിൽ എവിടെ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ഹാൽദിയയും പ്രയാഗ്രാജയും പറഞ്ഞു തരുന്ന ക്വസ്റ്റ്യൻ വീണ്ടും ഇന്റർ കണക്ട് ചെയ്ത് വീണ്ടും ചോദിക്കുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ നാഷണൽ വാട്ടർവേ ഹാൽദിയ ടു പ്രയാഗ്രാജ് ഏതാണ്? നാഷണൽ വാട്ടർവേ 1 ആണ് കേട്ടോ. നാഷണൽ വാട്ടർവേ 1 ആണ് ഹാൽദിയയും അതുപോലെ തന്നെ പ്രയാഗ്രാജിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഒരു ക്വസ്റ്റ്യൻ കൂടി പറയാം. നാഷണൽ വാട്ടർവേ 1ന്റെ ലെങ്ത് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നാഷണൽ വാട്ടർവേ 1ന്റെ നാഷണൽ വാട്ടർവേ 1ന്റെ ലെങ്ത് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 1620 കിലോമീറ്റർ ആണ് കേട്ടോ. എത്രയാണ്? 1620 കിലോമീറ്റർ ആണ് നാഷണൽ വാട്ടർവേ 1ന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് 20 ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകളും ഡിസ്കസ് ചെയ്തു അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഹാപ്പി ലേണിംഗ്. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.